ഇറാനിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് അമേരിക്ക. F/A-18 സൂപ്പർ ഹോർനെറ്ററുകൾ, F-15E സ്ട്രൈക്ക് ഈഗിളുകൾ, F-16 വിമാനങ്ങൾ, ലോകത്തെ വിറപ്പിക്കുന്ന F-22 റാപ്റ്റർ സ്റ്റെൽത്ത് വിമാനങ്ങൾ, US വ്യോമസേനയുടെയും നാവികസേനയുടെയും സർവ്വ കരുത്തും പുറത്തെടുത്താണ് ആക്രമണം. എന്നാൽ ഈ കാഴ്ചകൾക്കിടയിൽ ലോകം ചർച്ച ചെയ്യുന്ന ഒരു കൗതുകകരമായ വസ്തുതയുണ്ട്. ഇറാന് മുകളിൽ പറക്കുന്ന ഈ വിമാനങ്ങളെല്ലാം കഴിഞ്ഞ 20 വർഷത്തിനിടെ പലപ്പോഴായി ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടവയാണ്. പക്ഷേ ഇന്ത്യ ഓരോ തവണയും അവ നിരസിച്ചു. എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ലോകശക്തിയായ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ വാങ്ങാത്തത്? ഇതിനു പിന്നിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രവും തന്ത്രപ്രധാനമായ ചില പാഠങ്ങളുമുണ്ട്. അമേരിക്കയ്ക്ക് പാകിസ്ഥാനുമായുള്ള സൗഹൃദമാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം. ശീതയുദ്ധകാലത്ത് വാഷിംഗ്ടൺ പാകിസ്ഥാനെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നൽകി സഹായിച്ചിരുന്നു. F-86 സേബർ, F-104 സ്റ്റാർ ഫൈറ്റർ, പിന്നീട് ലോകപ്രശസ്തമായ F-16 എന്നിവയെല്ലാം പാകിസ്ഥാൻ പറത്തിയിരുന്നത് അമേരിക്കയുടെ പച്ചക്കൊടിയോടെയാണ്. ഈ വിമാനങ്ങൾ ഇപ്പോഴും ഇന്ത്യക്കെതിരായ യുദ്ധങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്നുമുണ്ട്. ഇതോടെയാണ് അമേരിക്കൻ ആയുധങ്ങളോടുള്ള ഒരു തരം വിമുഖത ഇന്ത്യയുടെ പ്രതിരോധ മനോഭാവത്തിൽ വേരൂന്നിയത്. പകരം സോവിയറ്റ് യൂണിയന്റെ MiG-21, MiG-29, സുഖോയ് 30, MKI എന്നിവയെ ഇന്ത്യ നെഞ്ചോട് ചേർത്തു. അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധമാണ് മറ്റൊരു കാരണം. 1998 മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ അണുബോംബ് പരീക്ഷണം ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കി. ക്ലിന്റൺ ഭരണകൂടം ഉടനടി ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും സാങ്കേതിക വിദ്യകൾ തടയുകയും ചെയ്തു. ആ നിമിഷം ഇന്ത്യ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. യുദ്ധവിമാനങ്ങൾ പോലെ നിർണായകമായൊരു ആയുധത്തിന് അമേരിക്കയെ ആശ്രയിച്ചാൽ രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ അവർ നമ്മെ പാതി വഴിയിൽ ഉപേക്ഷിക്കും. സ്പെയർ പാർട്സുകൾക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾക്കും മറ്റൊരു രാജ്യത്തിൻ്റെ കാരുണ്യത്തിനായി കാത്തുനിൽക്കുന്നത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന് ഇന്ത്യ ഇന്നും വിശ്വസിക്കുന്നു. ഇതിനെല്ലാം അപ്പുറം റഷ്യയും ഫ്രാൻസുമായുള്ള ഇന്ത്യയുടെ വ്യവസ്ഥകളില്ലാത്ത സൗഹൃദവും ആയുധ ഇടപാടുകൾക്ക് കളമൊരുക്കി. അമേരിക്കൻ വിമാനങ്ങൾക്ക് പകരമായി ഇന്ത്യ ഫ്രഞ്ച് നിർമ്മിത റഫേലുകളും മിറാഷുകളെയുമാണ് തിരഞ്ഞെടുക്കുന്നത്. ഫ്രാൻസോ റഷ്യയോ ആയുധം വിൽക്കുമ്പോൾ കടുപ്പമേറിയ രാഷ്ട്രീയ വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കാറില്ല എന്നതാണ് ഇതിന് പ്രധാന കാരണം. റഷ്യൻ മുങ്ങിക്കപ്പലുകൾ വാങ്ങിയതിൻ്റെ പേരിൽ അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുമ്പോഴും ഫ്രാൻസ് മൗനം പാലിച്ചു. F-16 വിമാനം തന്നെ പാകിസ്ഥാനും ഇന്ത്യക്കും ഒരേപോലെ വിൽക്കാൻ അമേരിക്ക ശ്രമിച്ചതും F-21 എന്ന പേര് മാറ്റി ഇന്ത്യയെ പ്രലോഭിപ്പിക്കാൻ നോക്കിയതും പ്രതിരോധ വൃത്തങ്ങളിൽ ഇന്നും ചർച്ചാ വിഷയമാണ്. 2019 ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷമുണ്ടായ വ്യോമാക്രമണത്തിൽ അമേരിക്കയുടെ അഭിമാനമായ F-16 വിമാനത്തെ ഇന്ത്യയുടെ പഴയ MiG-21 ബൈസൺ വെടിവെച്ചിട്ടത് അമേരിക്കൻ വിമാനങ്ങളുടെ വിപണിയെ തന്നെ ബാധിച്ചു. അമേരിക്കൻ വിമാനങ്ങളില്ലാതെ തന്നെ തങ്ങൾ സുരക്ഷിതരാണെന്ന് ഇന്ത്യ ലോകത്തിന് മുന്നിൽ തെളിയിച്ച നിമിഷമായിരുന്നു അത്. ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് F-35 സ്റ്റെൽത്ത് വിമാനം വാഗ്ദാനം ചെയ്തെങ്കിലും റഷ്യയുടെ സുഖോയ് 57 വിമാനങ്ങളിലേക്ക് ഇന്ത്യ കണ്ണുവെക്കുന്നു എന്ന റിപ്പോർട്ടുകൾ അമേരിക്കയെ വീണ്ടും അസ്വസ്ഥമാക്കുന്നുണ്ട്. ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും അമേരിക്കയിൽ നിന്ന് വാങ്ങുമ്പോഴും യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഉറച്ചൊരു ലക്ഷ്മണരേഖ വരച്ചിരിക്കുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.